ഞാൻ IFFKയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിത് എന്താ പറയുക, ഇനി എല്ലാ വർഷവും IFFK വരണം എന്ന് തോന്നിപ്പോകുന്ന അത്രയും സുന്ദരമായ ഓർമ്മകളാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ ഫെസ്റ്റിവലിന് വന്ന് പരിചയപ്പെട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ആയതാണ് നിങ്ങളും അല്ലേ? അതെ 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 2016 ഫോക്സ് ഓഫ് IFFK. അതെ, അപ്പോൾ ഞാനും ഇനി അതിലുണ്ടാവും കേട്ടോ. തീർച്ചയായും. ഓക്കെ. IFFKയിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഈ IFFK കുറിച്ച് അധികം അറിവില്ലായിരുന്നു. അപ്പം ഒരു കൂട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ആദ്യം ഞാനിവിടെ പരിചയപ്പെട്ട വ്യക്തിയാണ് ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ 2016 സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടനയാണ് ഫോക്സ് ഓഫ് IFFK. ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അത് വലുതാവുകയും ഒരുപാട് മെമ്പേഴ്സ് വരികയും ഞങ്ങളുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ ബുക്ക് റിലീസായി, നമ്മുടെ ടീഷർട്ട് റിലീസായി, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് കലാകാരന്മാർ, VC അഭിലാഷിനെ പോലുള്ള ഡയറക്ടേഴ്സ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ ആക്ടേഴ്സാണ്. ഫോക്സ് ഓഫ് IFFK എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം IFFKയിലെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. അതിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ അംഗമാവുന്നു. അതിൻ്റെ ഒരു വാർഷികമാവുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. IFFK എന്ന് പറയുന്ന നമ്മുടെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തായ ചലച്ചിത്രമേളയിൽ സിനിമകളുടെ നിർണയത്തിൽ ഓരോ ജൂറിയും ഓരോ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലും IFFKയിൽ ഒരു നിർണായകമായ സ്വാധീനം ചെലുത്താൻ ഫോക്സ് ഓഫ് IFFK കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ ചർച്ചകൾ, ആ ചർച്ചകൾക്കനുസരിച്ച് ഈ ഗ്രൂപ്പിലെ ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പലരും സിനിമയ്ക്ക് കയറുന്നത്. ഞാൻ ഈ ഫോക്സ് ഓഫ് IFFKയിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് സിനിമ കണ്ട് മടുത്തു, അല്ലെങ്കിൽ ഒരു കമ്പനി ഇല്ല എന്നൊരു ലെവലിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയപ്പോഴത്തേക്കാണ് ദീപു ബ്രോയെ പരിചയപ്പെടുന്നത്. പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറി ഒറ്റയ്ക്ക് സിനിമ എന്നതിനപ്പുറം ഒരു ഗ്രൂപ്പായിട്ട് IFFKയിൽ എങ്ങനെ സിനിമ കാണാമെന്ന് ചരിത്രം തിരുത്തി കുറിക്കാൻ എൻ്റെ സിനിമാ യാത്രകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ഫെസ്റ്റിൻ്റെ ചർച്ചകൾ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ സജീവമാകുന്ന സിനിമാ ചർച്ചകൾ ഒക്കെയാണ് ഫോക്സ് ഓഫ് IFFKയെ വ്യത്യസ്തമാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വർഷവും ഫെസ്റ്റ് കാണാൻ വരാൻ ഒരു കാരണം ഈ ഫോക്സ് ഓഫ് IFFK ആണ് എന്ന് വളരെ അഭിമാനത്തോടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും ആൾക്കാർ ഒത്തുകൂടുകയും പിന്നെ ഇതൊരു ബാക്ക് ടു ക്യാമ്പസ്, നമ്മൾ ചിലപ്പം ഓരോ ആൾക്കാരെ നമ്മൾ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും കാണുന്നത്. അപ്പോൾ അതൊരു പുതുമ തന്നെയാണ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമയെ ഗൗരവമായിട്ട് കാണുന്നൊരു ഗ്രൂപ്പാണ്. ഫിലിം ഫെസ്റ്റിവലിനെയൊക്കെ തന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ഇതിൽ ഓരോ മെമ്പേഴ്സിനും സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള, അതും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഗ്രൂപ്പ്. ഞാനതിൽ അംഗമായ ഒരാൾ, ഞാനൊരു സിനിമ എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന പിന്തുണ, ആ പിന്തുണ നല്ല സിനിമയാണെങ്കിൽ മാത്രമേ പിന്തുണ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അതിൽ അംഗമാണെന്ന് എഴുതി എനിക്ക് പിന്തുണ ഒന്നും തരാൻ പോകുന്നില്ല. പക്ഷേ അതിനകത്ത് ആ സിനിമ നല്ലതാണ്, ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് ഒരു ഘടകം ഫോക്സ് ഓഫ് IFFKയിലെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ആ അർത്ഥത്തിലും ഞാൻ ഫോക്സ് ഓഫ് IFFK എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോട് എനിക്ക് വളരെ നന്ദി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അടുത്ത വർഷം വരുന്ന 30ാമത്തെ IFFK നമ്മുടെ ഗ്രൂപ്പിൻ്റെ 10ാമത്തെ IFFKയും, അതിൻ്റെ അടുത്ത വർഷം നമ്മുടെ ഗ്രൂപ്പ് 10 വർഷം തികയുകയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഫിലിം വരിക എന്നുള്ളതാണ് IFFK. നമ്മൾ ഒരു ബുക്ക് ഇറക്കിയായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം. അതുവരെയുള്ള IFFKയുടെ അത് കൺസോളിഡേറ്റ് ചെയ്ത് അതിന് മുന്നിട്ട് നിന്നത് പ്രശാന്ത് എന്ന് പറയുന്ന നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. ബുക്ക് എഴുതിയത് ഹരി എന്ന് പറയുന്ന സാറാണ്, കൊല്ലത്തുള്ളത്. പിന്നെ നമ്മളൊരു തലമുറ കൈമാറ്റം, നമ്മുടെ അഡ്മിൻ പാനലിലുള്ളവരെല്ലാം ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് പുതിയ യങ്സ്റ്റേഴ്സിന് നമ്മുടെ ഗ്രൂപ്പ് നയിക്കാൻ അങ്ങനെയുള്ളൊരു അവസരവും കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു പ്ലാനുണ്ട്.